ദൈവം സഹായിച്ചു. ദൈവം നിങ്ങളെ ഒന്നിപ്പിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ദൈവം സഹായിക്കട്ടെ. ഇന്ന് ഈ മക്കള് ഇവിടെ ആയിരിക്കുമ്പോൾ ഇവരുടെ മാതാപിതാക്കള്, ബന്ധുമിത്രാദികള്, സഭാപ്രതിനിധികൾ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷം നമുക്കുണ്ട്. കാര്യം ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ ചൊല്ലി ഭാരപ്പെടുന്ന അനേകം മാതാപിതാക്കളെയൊക്കെയാണ് നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്നത്. ഒരു പക്ഷേ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ച് അവർ വളർന്നു വരുമ്പോൾ അവരുടെ വിദ്യാഭ്യാസം സ്വപ്നം കാണുന്ന മാതാപിതാക്കളാകുമ്പോൾ ആ വിദ്യാഭ്യാസത്തിനപ്പുറം അവർക്ക് നല്ലൊരു കുടുംബജീവിതം സ്വപ്നം കാണുന്നവര്, അവർക്ക് നല്ല ഭാവി സ്വപ്നം കാണുന്നവര്. എന്നാൽ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ തലമുറ എന്ന് പറയുന്നത് ഒരു പക്ഷെ കുറച്ച് കുഞ്ഞുങ്ങളെങ്കിലും ഒക്കെ നമ്മൾ മാതാപിതാക്കളുടെ ആ സ്വപ്നം കാണുന്നതിനൊക്കെ ആ എങ്ങും എത്താറില്ല. അതിനു മുമ്പ് തന്നെ വഴി നിന്നൊക്കെ മാറിപ്പോവുക. പക്ഷെ ഇന്നിവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഭാപ്രതിനിധികൾ എല്ലാവരും മുഖത്തുള്ള സന്തോഷം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളെ അവർ കുഞ്ഞുനാളിൽ പഠിപ്പിച്ചു കൊടുത്ത ആ ദൈവവചനത്തിന്റെ മൂല്യങ്ങൾ അവർ മുറുകെ പിടിച്ച് അവർ കർത്താവിന്റെ വഴിയിൽ നിന്നും അവരുടെ ഇഷ്ടമല്ല അവർ തെരഞ്ഞെടുത്തത്, ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അത് തെരഞ്ഞെടുത്ത് ഇന്ന് നമ്മുടെ മുമ്പിൽ ആയിരിക്കുമ്പോൾ അവരെ ശരിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്ന് സല്യൂട്ട് ചെയ്യേണ്ടത് അല്ലേ? ഒന്ന് സല്യൂട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവര് അവരെ നോക്കി. നിങ്ങൾ ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവർ അനേകർക്ക് ഒരു മാതൃകയായി തീരട്ടെ അല്ലേ? അനേകർക്ക് ഒരു മാതൃകയായി തീരട്ടെ. ഇവരുടെ അടുത്ത ദിവസങ്ങളിൽ നമ്മളിപ്പോൾ ആ ഡേറ്റ് ഒക്കെ തീരുമാനിച്ചനുസരിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ കുടുംബം എന്ന് പറയുന്നത് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കുടുംബം എന്നത് ദൈവം സ്ഥാപിക്കുന്നത്. ആ 1-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പദ്ധതിയെ മുൻപോട്ട് പൂർത്തീകരിക്കാൻ ദൈവം ആദാമിനെ ഹവ്വയും സൃഷ്ടിച്ച് ഒരു കുടുംബമാക്കി മാറ്റി. എന്നാൽ ആ ആദാമും ഹവ്വയും അവർ ദൈവത്തിന്റെ വഴിയിൽ നിന്ന് അല്പം വ്യതിചലിച്ചു. അത് മുഖാന്തരം തുറന്നുള്ള എല്ലാ മനുഷ്യരും പാപത്തിന്റെ കീഴിൽ അകപ്പെട്ടു. ആ പാപത്തിന് കീഴിൽ അകപ്പെട്ട ആ മനുഷ്യന് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഒത്തിരി ദൂരത്ത് ഒത്തിരി അങ്ങ് പോയി. ഒരു രീതിയിലും മനുഷ്യനാകട്ടെ മറ്റാർക്കും ആകട്ടെ ദൈവമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയാതിരുന്നത് കൊണ്ടാണ് ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. നമ്മുടെ ഈ ആഴ്ച ക്രിസ്തുമസിന്റെ സീസണും കൂടിയാണല്ലോ. നമ്മളെല്ലാവരും ഒരു പീസ് കേക്കെങ്കിലും ക്രിസ്തുമസ് സംബന്ധിച്ച് കഴിച്ചവരാ അല്ലെ? നമ്മളൊരു സ്റ്റാറെങ്കിലും ഇട്ടവരൊക്കെ ആയിരിക്കും. നമ്മൾ ആ ക്രിസ്തുമസ് സന്തോഷം ആർക്കെങ്കിലും ഒക്കെ കൊടുത്തായിരിക്കും. ക്രിസ്തുമസ് എന്ന് പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് വന്ന് അവിടെ ജനിച്ചതിന്റെ ഒരു സന്തോഷം മാത്രമല്ല, യേശു ഇന്നും ആഗ്രഹിക്കുന്നവരുടെ ഹൃദയത്തിൽ ജനിക്കുന്നവന്. അതുകൊണ്ട് അന്ന് ഒരു ക്രിസ്തുമസ് ആഘോഷിച്ച് ഈ വർഷം തീർന്നു വേറൊരു വർഷത്തിലേക്ക് നമ്മൾ അടുത്ത ആഴ്ച കയറുമ്പോൾ അവിടെ കൊണ്ട് തീരല്ലേ. ഓരോരുത്തരെയും ഉള്ളിൽ യേശു വസിക്കുന്ന ഒരു ആലയമായി മാറേണ്ടതിന് വേണ്ടി ഇന്നത്തെ ഈ ദിവസം നമ്മുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ ദൈവം ഓരോരുത്തരെയും ഇടയാക്കട്ടെ.